Namaskaram, hi, hello, and welcome back to my YouTube channel, My Twin Flame Yatra. എൻ്റെ പേര് വിജിനി. ഹോപ്പ് നിങ്ങൾ എല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ വിശ്വസിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് പേഷ്യൻസ്. സോ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ എനർജീനെ ഒന്ന് എന്താ പറയുക ക്ലെൻസ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മളെല്ലാവരും പല എനർജി ഫീൽ ചെയ്യുന്ന വരുന്നവരാണ്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എസ്പെഷ്യലി ഫോമർ സബ്സ്ക്രൈബേഴ്സിന് മെൻ്റൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് സിംഗിങ് ബൗൾ യൂസ് ചെയ്ത് നമുക്ക് ആ എനർജി ഫീൽഡിനെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് ഈ വീഡിയോയിലേക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ ആവാം. സോ ലെറ്റ്സ് ഡിവൈൻ ഈ ഒരു സെഷനെ കൊണ്ടുപോകട്ടെ. സോ ഇന്നത്തെ ടോപ്പിക് എസ്പെഷ്യലി ഞാനൊന്നും ഇന്നത് ചെയ്യണം എന്ന് ഞാനൊന്നും വിചാരിച്ചു വെച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എൻ്റെ ക്ലയൻസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എപ്പോഴാണ് എൻ്റെ ട്വിൻ ഫ്ലെയിമിന് അവേക്കനിങ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എൻ്റെ DM-ന്, ഇപ്പം DF ആണെങ്കിൽ എന്നോട് ചോദിക്കുന്നത് എൻ്റെ DM എപ്പോഴാണ് ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാവുന്നത്, എപ്പോഴാണ് എൻ്റെ DM-ന് മനസ്സിലാവുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ DF ആണ്, DM ആണ് വരുന്നെങ്കിൽ പറയും എപ്പോഴാണ് എൻ്റെ DF-ന് റിയലൈസേഷൻ വരുന്നത് ഞാൻ അവളുടെ DM ആണെന്നുള്ളത്. സോ ഗൈസ്, എനിക്കിവിടെ നിങ്ങളോടാണ് ചോദിക്കുന്നത്. സ്പിരിച്വൽ ജേർണി ആരാണോ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട അവരോടാണ് എൻ്റെ ഈ ചോദ്യം. നിങ്ങൾ ഈ ഒരു സത്യത്തെ എത്രമാത്രം ഉൾക്കൊള്ളുന്നു, നിങ്ങൾ ഈ ഒരു സത്യത്തെ എത്രമാത്രം ജീവിക്കുന്നു, നിങ്ങൾ ഈ സത്യത്തെ എത്രമാത്രം അതിനെ എന്താ പറയുക ബോഡിയിൽ മൊത്തത്തിൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയാൻ ആഗ്രഹം എന്താ, മുന്നിൽ നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് സംഭവിച്ചു അല്ലെ, എൻ്റെ ട്വിൻ ഫ്ലെയിം എന്താണ് ചിന്തിക്കുന്നത്, അടുത്ത സ്റ്റെപ്പാണ് എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്, അദ്ദേഹം യൂണിയൻ ചൂസ് ചെയ്യുമോ ഇല്ലയോ, അദ്ദേഹം എനിക്ക് വേണ്ടി നിലകൊള്ളുമോ. സോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന മുന്നേ നിങ്ങളുമായിട്ടുള്ളൊരു ആത്മപരിശോധന ചെയ്യുന്നത് വളരെ വളരെ അധികം നല്ലതായിരിക്കാം. ബിക്കോസ് ഈ ജേർണിയുടെ മെയിൻ ഒബ്ജക്റ്റ് ഞാൻ വീണ്ടും പറയട്ടെ, സോ നമുക്ക് റിവൈൻഡ് ചെയ്യുന്നത് വളരെ വളരെ അധികം നല്ലതാണ്. ദാറ്റ് ദിസ് ജേർണി ഈസ് ഓൾ അബൌട്ട് യുവർ സ്പിരിച്വൽ അസെൻഷൻ. നിങ്ങളുടെ സ്പിരിച്വൽ അസെൻഷന് വേണ്ടി മാത്രമുള്ള ജേർണിയാണ്. ഇറ്റ്സ് നോട്ട് സ്പെസിഫിക് ഫോർ ലവ്, മാരേജ് ആൻഡ് സെക്സ് ആൻഡ് ഓൾ. യെസ്, അതൊരു ബോണസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ട്. ഈ ഭൂമിയിലേക്ക് നിങ്ങളുടെ യൂണിയന് ഒരു പർപ്പസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഓരോ ട്വിൻ ഫ്ലെയിം യൂണിയൻ യുണീക്കാണ്. ഓരോ ട്വിൻ ഫ്ലെയിം യൂണിയനും ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മം നിറവേറ്റാണ് നമ്മൾ ഓരോരുത്തരും ഈ ജേർണിയെ പറ്റി അവെയർ ആവുന്നത്. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ ചൂസ് ചെയ്യുമോ ഇല്ലയോ എന്നുപരി നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ജേർണീനെ ചൂസ് ചെയ്യുന്നോ ഇല്ലയോ, നിങ്ങൾ യൂണിയനെ ചൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾ ഈശ്വരനെ ചൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. കാരണം അവിടെയാണ് ഹീലിംഗ് നിലകൊള്ളുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ എത്രമാത്രം മുന്നിൽ അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുന്നു, നിങ്ങൾ ഓൾറെഡി പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെടുത്ത ചോയ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. നിങ്ങളുടെ ഉള്ളിലെ ആ സെപ്പറേഷൻ ചോയ്സസ് ആയിരിക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ മിറർ ചെയ്ത് കാണിക്കുന്നത്. സോ ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ ചോയ്സസിനെ നിങ്ങൾ സെപ്പറേഷൻ നിന്ന് യൂണിയനിലേക്ക് കൊണ്ടുവരണം. ആ യൂണിയനിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ടവർ ആരാണോ
അത് ഡിവൈൻ മാസ്കുലിൻ ആയിക്കോട്ടെ ഡിവൈൻ ഫെമിനിൻ ആയിക്കോട്ടെ, ഡസൻ മാറ്റർ. ഇനി നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ഏത് എനർജിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഡസൻ മാറ്റർ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദാറ്റ് യു ആർ ഇൻ എ ട്വിൻ ഫ്ലെയിം ജേർണി ആൻഡ് നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളാണ് സ്പിരിച്വൽ, ഈ ഒരു ജേർണിന്റെ സ്പിരിച്വൽ ധാർമ്മിക ധർമ്മം ചെയ്യേണ്ട ആള്, അതായത് ഇന്നർ വർക്ക് ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആള്. അത് നിങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുമ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആ ഒരു മൊമെന്റിൽ എവിടെയാണ് നിങ്ങൾ ഒരുമിച്ച് ആ ഒരു എനർജീനെ അല്ലെങ്കിൽ ടുഗെദർ ഇന്നർ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹം അവിടെ വന്ന് ജോയിൻ ചെയ്യുക തന്നെ ചെയ്യും. ബട്ട് നൗ നിങ്ങളുടെ ധർമ്മത്തെ നിങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി നിങ്ങൾ എടുക്കുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിന്റെ? അതോ നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുകയാണോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടി? നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അവരുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ മാറിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് മാറി നിങ്ങളുടെ യൂണിയനിലേക്ക് വരും. ദാറ്റ് ഡസൻ വർക്ക്. അത് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് യു മൈ വ്യൂവേഴ്സ്. ഇത് നിങ്ങളെ പറ്റിയാണ്. സോ ഈ കഥ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തവരോടാണ് പറയുന്നത്, നിങ്ങളുടെ ജേർണിയാണ്, നിങ്ങളും ഈശ്വരനുമായിട്ടുള്ള കൂടിച്ചേരലാണ്, നിങ്ങളുടെ ധാർമ്മിക ഉന്നതിക്ക് വേണ്ടിയുള്ള ജേർണിയാണ് ട്വിൻ ഫ്ലെയിം ജേർണി. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദറ്റ് യു ഹാവ് ടു ആ ഒരു തെറ്റിദ്ധാരണയിൽ നിങ്ങൾ പുറത്തേക്ക് വരണം. ഇനി നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ ജേർണി ഷെയർ ചെയ്യുകയാണ്, ലൈക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു സ്പിരിച്വൽ ലവ് നിങ്ങൾ വാലിഡേറ്റിന് വേണ്ടി, അല്ലെങ്കിൽ അത് സത്യമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സത്യമാണെന്ന് അറിയാൻ ട്വിൻ ഫ്ലെയിം ജേർണി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയോട് പറയുവാണെങ്കിൽ അവർ ഇതിനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് കാണത്തുള്ളൂ. മനസ്സിലാവുന്നത് ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് നിങ്ങളുടെ ജേർണിനെ നിങ്ങൾ ബഹുമാനിക്കുക. നിങ്ങളുടെ ജേർണി ട്വിൻ ഫ്ലെയിം അല്ലാത്തവരോട് പോയി ഷെയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് അവർ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് തെറ്റ് തന്നെയായിരിക്കും. ബിക്കോസ് അവരുടെ ലൈഫിലും അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലും ഇപ്പം എന്താണ് കാണുന്നത്? കാർമിക് ആൻഡ് സോൾമേറ്റ് കണക്ഷൻസ് ആണ് അവർ കാണുന്നത്. സോ അവർക്ക് ട്വിൻ ഫ്ലെയിം യൂണിയനെ പറ്റി അറിയാത്ത കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരും? അവർക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ അവർ അവരുടെ ട്വിൻ ഫ്ലെയിമിനോടൊപ്പം ഉള്ളതായിരിക്കണം. ബട്ട് ചില ആൾക്കാരുണ്ട്, ചിലപ്പം അവർ ട്വിൻ ഫ്ലെയിമായിട്ട് ഓൾറെഡി മാരീഡ് ആയിരിക്കും, അവർക്ക് അവേക്കനിങ് ഉണ്ടായെന്ന് വരത്തില്ല. ബട്ട് താങ്ക് യു ഫോർ, നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയണം ദാറ്റ് നിങ്ങൾക്ക് ആ അവയർനെസ് ഉണ്ടായി, നിങ്ങൾ അറിയുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് യു. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഡിഫറെന്റ് അല്ല. സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് യുവർ ട്വിൻ ഫ്ലെയിം ആസ് എ ഡിഫറെന്റ് പേഴ്സൺ. നിങ്ങൾ ട്വിൻ ഫ്ലെയിമും സെപ്പറേറ്റ് ബീയിങ് ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണ് എന്ന ധാരണയിൽ അവരെ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ബിലീവ് ചെയ്ത് നിർത്തലാക്കുക. യു ആർ വൺ അറ്റ് കോർ. നിങ്ങളുടെ സോളിന്റെ ആ ഒരു എസെൻസ്, അതിൻ്റെ ഒരു കോറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ധാതു എന്താണെന്ന് വെച്ചാൽ അത് യൂണിയൻ ആണ്. അത് നിങ്ങൾ രണ്ടും ഒരേപോലാണ്. പുറമേ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾ, ബട്ട് നിങ്ങളുടെ സോൾ ലെവൽ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിങ്ങളുടെ സോളിന്റെ DNA ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ സോളിന്റെ DNA ബ്ലൂ പ്രിന്റ് എടുക്കുക, സോളിന്റെ ബ്ലൂ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ യു ആർ സെയിം. മനസ്സിലായില്ലേ? സെയിം. ദാറ്റ് ഈസ് മീൻ ദാറ്റ് ട്വിൻ ഫ്ലെയിം, ഒരു ഫ്ലെയിമിന്റെ തന്നെ ഒരു ട്വിൻ ഫ്ലെയിം രണ്ടായി മാറിയത്, കാരണം രണ്ടിന്റെ ഒരേ എസെൻസ് ആണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്വിൻ ഫ്ലെയിം ഉണ്ടാകത്തുള്ളൂ, വ്യത്യസ്തമായ ട്വിൻ ഫ്ലെയിംസ് വരത്തില്ല. നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഓരോ പാർട്ട്ണറും നിങ്ങൾ ട്വിൻ ഫ്ലെയിമിന്റെ ക്വാളിറ്റീസ് എന്തെങ്കിലും ഉള്ള ആൾക്കാരെ ആയിരിക്കും നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഈവൻ നിങ്ങളിപ്പോൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ നിലവിലുള്ള ആ പാർട്ട്ണറിനും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന്റെ കുറച്ച് ക്വാളിറ്റീസ് കാണും, അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത്. ബട്ട് ദ മൊമെന്റ് നിങ്ങൾ റിയലൈസ് ചെയ്തു നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ല, ദെൻ വാട്ട്? ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ കൈയും കെട്ടി ഭഗവാനാണ് ഈ ജേർണി തന്നത്, ഭഗവാൻ എനിക്ക് വഴി തരുമെന്ന് കരുതിയിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇരിക്കത്തേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് യുവർ ജേർണി. ആ ഒരു ജേർണീൻ്റെ ഇടയ്ക്ക് ഭഗവാൻ വരില്ല. യെസ്, നിങ്ങൾക്ക് ഗൈഡൻസ് തരും, നിങ്ങൾക്ക് കാണിച്ചു തരും ഏത് വഴി മാർഗത്ത് സ്വീകരിക്കണം എന്നുള്ളത്. യെസ്, നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും, പ്രൊട്ടക്ട് ചെയ്തിട്ട്. ബട്ട് ദ ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങൾ ചൂസ് ചെയ്യും. സറണ്ടറിന്റെ അർത്ഥം
ചിലർ വിചാരിക്കുന്ന ഞാൻ സറണ്ടർ ചെയ്തു മാം, ഞാൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുകയാണ് മാം. ബട്ട് ഒന്നും കാണുന്നില്ല. സറണ്ടർ മീൻസ് നമ്മൾ വെറുതെ ഇരിക്കുക അല്ല, വെറുതെ നമ്മൾ നമ്മുടെ ഇന്നർ വർക്ക് ചെയ്യണം. യെസ്, നമുക്കറിയാം നമ്മുടെ യൂണിയൻ ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് നമ്മൾ സ്റ്റിൽ ഇപ്പം സെപ്പറേഷൻ ആണ് കാണുന്നത്, നോ കോൺടാക്റ്റിലാണ്. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ യൂണിയനെ ചൂസ് ചെയ്യുന്നു. ബിക്കോസ് എൻ്റെ യാഥാർത്ഥ്യം ഞാനാണ് തീരുമാനിക്കുന്നത്, വേറെ ആരുമല്ല എന്ന സ്വബോധം ഉണ്ടായിരിക്കണം നമുക്ക്. ഈവൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിന് പോലും എനിക്ക് വേണ്ടി ചോയ്സ് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ട്വിൻ ഫ്ലെയിമിന് വേണ്ടി ചോയ്സ് എടുക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി മാത്രമേ ചോയ്സ് എടുക്കാൻ പറ്റൂ. ഞാൻ എൻ്റെ യൂണിയനെ ചൂസ് ചെയ്യും, എന്ത് തന്നെ ആയാലും. എൻ്റെ ട്വിൻ ഫ്ലെയിം വേറെ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ കാര്യങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ഐ വിൽ സ്റ്റിൽ ചൂസ് മൈ യൂണിയൻ. യെസ്, ആ ഒരു ചോയ്സിന് എൻ്റെ ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്നെ എങ്ങനെ ബാധിക്കുന്നെന്ന് ആദ്യം നോക്കണം. അത് എൻ്റെ ഫീലിങ്സിൽ ഹേർട്ട് അല്ലെങ്കിൽ ഒരു അപ്സെറ്റ് അല്ലെങ്കിൽ ഒരു പാറ്റേണെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹീല് ചെയ്യുക. അത് ആ അപ്സെറ്റിനെ ഹീല് ചെയ്യാനും ആ പാറ്റേണെ ഹീല് ചെയ്യാനും ആ ഒരു ട്രോമനെ ഹീല് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എൻ്റെതാണ്. അത് ഞാൻ ചെയ്യും, അത് ആ ധർമ്മത്തെ ഞാൻ നിറവേറ്റും. പക്ഷേ എൻ്റെ ട്വിൻ ഫ്ലെയിം സെപ്പറേഷനിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കരുതി ഞാൻ ആ സെപ്പറേഷൻ ചോയ്സിനെ ബൂസ്റ്റ് ചെയ്യത്തില്ല, അവരുടെ ഈഗോനെ ബൂസ്റ്റ് ചെയ്യത്തില്ല, അവരുടെ സെപ്പറേഷൻ ചോയ്സിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എന്താണ് ചെയ്യുക, ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വ്യൂവേഴ്സിനോടാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നർ വർക്ക് ചെയ്യുക. ഐ ചൂസ് മൈ യൂണിയൻ, ഐ ചൂസ് മൈ സെൽഫ്, ഐ ചൂസ് ഗോഡ്, ഐ ചൂസ് മൈ ട്വിൻ ഫ്ലെയിം, നോ മാറ്റർ വാട്ട്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഇന്നർ വർക്ക്. ഈ ചോയ്സ് എന്ന് പറയുന്ന കാര്യം വീണ്ടും 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 നിരന്തരം എടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്, കോൺഷ്യസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ പുറത്ത് എത്രമാത്രം ഭീകരമായ ഒരു സെപ്പറേഷൻ കാര്യങ്ങളാണ് കാണിക്കുക, ലൈക്ക് നിങ്ങൾക്ക് ഫിസിക്കലി തോന്നും, നിങ്ങളുടെ പുറമേ ഉള്ള എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് തോന്നും എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ യൂണിയൻ പോസിബിൾ അല്ല എന്ന സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ യൂണിയനെ മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഈശ്വരനെ മുറുക്കെ പിടിക്കുക, നിങ്ങളെ മുറുക്കെ പിടിക്കുക, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മുറുക്കെ പിടിക്കുക, യൂണിയനെ മുറുക്കെ പിടിക്കുക എനർജറ്റിക്കലി. അവിടെ പോയി അവരെ മുറുക്കെ പിടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ധർമ്മം എന്താണ്? ടു സ്റ്റിക്ക് ഓൺ ഗോഡ്, to stick on yourself, to stick on to your twin flame, to stick on to your union, no matter what. ഗിവ് അപ്പ് ചെയ്യാതെ നിങ്ങളുടെ യൂണിയനെ മുറുക്കെ പിടിക്കുക, ഗിവ് അപ്പ് ചെയ്യാതെ ഈശ്വരനെ സറണ്ടർ ചെയ്ത് നിങ്ങളുടെ ധർമ്മം ആൻഡ് കർമ്മത്തെ ചെയ്യുക. നിങ്ങളുടെ ധർമ്മവും കർമ്മം എന്താണ്? യൂണിയനെ നിരന്തരം ചൂസ് ചെയ്യുക, യൂണിയനെ എംബോഡി ചെയ്യുക, യൂണിയനെ ജീവിച്ച് കാണിക്കുക. നിങ്ങൾ ട്വിൻ ഫ്ലെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് മാത്രമേ കിട്ടത്തുള്ളൂ. ബിക്കോസ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം എന്താണോ, നിങ്ങൾ കണ്ണാടി നോക്കി എങ്ങനെയാണോ നിങ്ങളുടെ റിഫ്ലക്ഷൻ, നിങ്ങളുടെ പ്രതിബിംബം ആ ഒരു നിങ്ങളുടെ ആംഗ്യങ്ങളെ, നിങ്ങളുടെ ആക്ഷനെ കോപ്പി ചെയ്യുന്നത്, അതുപോലാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജറ്റിക്കലി കോപ്പി ചെയ്യുന്നത്. നിങ്ങൾ യൂണിയനെ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്ന സെപ്പറേഷന്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ പാസ്റ്റിലെ സെപ്പറേഷൻ ചോയ്സിനെ ബേസ് ചെയ്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ചാൻസ് ഉണ്ട്, യു ഹാവ് ദാറ്റ് പവർ ടു ആ ഒരു റിയാലിറ്റിനെ മാറ്റി നിങ്ങളുടെ യൂണിയനെ റീബിൽഡ് ചെയ്യാണ്. സോ എന്താണ് ഇന്ന് മുതൽ ചെയ്യേണ്ടത്? ഇത്രയും നാളെ നിങ്ങൾ യൂണിയനെ ചൂസ് ചെയ്തില്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഇനിയും ലേറ്റ് ആയിട്ടില്ല. നൗ യു ഹാവ് ടു ചൂസ് യുവർ യൂണിയൻ. നിങ്ങൾ സത്യം അറിഞ്ഞിട്ട് നിങ്ങൾ ആ സത്യത്തെ ചൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാറ്റം തെറ്റാണ്. ഈശ്വരൻ അവിടെയാണ് ചോയ്സ്. നമുക്ക് എല്ലാവർക്കും ചോയ്സ് ഉണ്ട്. ഡു യു ചൂസ് യൂണിയൻ ഓർ ഡു യു ചൂസ് സെപ്പറേഷൻ? സോ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഡു മേ ബി എന്ത് തന്നെ ആയിക്കോട്ടെ, നോ മാറ്റർ വാട്ട്, choose union each and every second of your life. നിങ്ങളുടെ പാസ്റ്റിലെ ചോയ്സസിന്റെ റിയാലിറ്റിയാണ് ഇപ്പൊ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും നിങ്ങളും ജീവിക്കുന്നത്. സോ ആ ഒരു റിയാലിറ്റിനെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നൗ യു ഹാവ് ടു വർക്ക്. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ യൂണിയനെ ചൂസ് ചെയ്യുക. ഈ മൊമെന്റിൽ യൂണിയനെ ചൂസ് ചെയ്ത് ആ ഒരു റിയാലിറ്റി മാറുന്ന വരെ നിങ്ങൾ ആ ഒരു യൂണിയനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ റിയാലിറ്റി ചേഞ്ച് ആവുന്നില്ലെങ്കിൽ ദർ സ്റ്റിൽ സെപ്പറേഷൻ ചോയ്സസ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ യൂണിയനിൽ ഇന്നർ വർക്ക് ചെയ്യാനുണ്ടെന്ന്.
യെസ്, എൻ്റെ ലൈഫിലും ആ യൂണിയനെ മാനിഫെസ്റ്റ് ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ പൂർണ്ണമായി ഗ്രൗണ്ട് ചെയ്യാൻ പറ്റാത്ത പ്രധാന കാരണം ഇപ്പോഴും എൻ്റെ കോൺഷ്യസ്നെസ്സിൽ എവിടെയോ സെപ്പറേഷൻ ചോയ്സസ് ഉണ്ട്. സോ ഞാൻ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഐ എം ലീഡിങ് ടു മൈ യൂണിയൻ. എന്ത് തന്നെ സംഭവിച്ചാൽ ഐ വിൽ നെവർ എവർ ഗിവ് അപ്പ് ഓൺ ഗോഡ്, ഓൺ മൈസെൽഫ് ആൻഡ് മൈ ട്വിൻ ഫ്ലെയിം ആൻഡ് മൈ യൂണിയൻ. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര മാത്രം ആര് അല്ലെന്ന് പറഞ്ഞാലും എൻ്റെ യൂണിയനെ ചൂസ് ചെയ്യുന്നത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ റെഡിയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഈ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ യൂണിയന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എനിക്ക് നിങ്ങളെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഈശ്വരൻ തരുന്ന ചാനലിങ്ങിനെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തരാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തവരാണ് നിങ്ങളുടെ യൂണിയനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈശ്വരനോടൊപ്പം. യു ആർ ദ കോ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ എന്താണ് കോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സെപ്പറേഷനെ ആണോ യൂണിയനെ ആണോ? ഇറ്റ്സ് അപ് ടു യു. ഇറ്റ്സ് അപ് ടു യു ഗൈസ്. വാട്ട് യു ചൂസ്. ഡു യു വാണ്ട് യുവർ യൂണിയൻ ഓർ ഡു യു വാണ്ട് യുവർ സെപ്പറേഷൻ? അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. എൻ്റെ ട്വിൻ ഫ്ലെയിം എപ്പോഴാണ് വരുന്നത്? സമയമായി, ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹം, യു ക്യാൻ വെയിറ്റ്, വേസ്റ്റ് യുവർ ടൈം. ഓർ നോ മാറ്റർ വാട്ട്, എൻ്റെ ട്വിൻ ഫ്ലെയിം യെസ് എത്തിക്കോളും, അതിനല്ല എത്തിക്കോളും. പക്ഷെ ഞാൻ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. എങ്ങോട്ടേക്കുള്ള? ഈശ്വരനിലേക്കുള്ള യാത്ര. എൻ്റെ കോൺഷ്യസ്നെസ്സിനെ ഇന്നർ വർക്ക് ചെയ്ത് ആധ്യാത്മിക ഉന്നതി നേടേണ്ടത് എൻ്റെ ധാർമ്മിക കടമയാണ്. ഞാൻ അത് നിറവേറ്റും. എൻ്റെ കർമ്മവും ധർമ്മവും ഞാൻ നിറവേറ്റുകൊള്ളും. എൻ്റെ ട്വിൻ ഫ്ലെയിം അതൊക്കെ ആ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ എപ്പോഴാണോ ഞങ്ങൾ ഒരുമിച്ച് ആ യാത്ര തുടങ്ങേണ്ടത് ആ സമയത്ത് എത്തുക തന്നെ ചെയ്യും. സോ ഹോപ്പ് യു ഗൈസ്, നിങ്ങൾക്ക് ഇതിനൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളെ ചൂസ് ചെയ്യുമോ, നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നുപരി നിങ്ങളുടെ യൂണിയനെ ചൂസ് ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? ദാറ്റ് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. യൂണിയൻ ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇന്നർ വർക്ക് ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആരാണോ, ഡസൻ മാറ്റർ whether you are a DM or a DF or you don't know your energy. You have to do your inner work. You have to choose your union. Okay? So thank you so much. So നിങ്ങൾക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല, ഗൈഡൻസ് വേണമെങ്കിൽ you can contact me for the tarot session and for personal tarot card reading session. എല്ലാ സെഷൻസും പെയ്ഡ് ആണ്. ആൻഡ് ഇന്നർ ഹീലിംഗ് സെഷന് നിങ്ങൾക്ക് ഇന്നർ ഹീലിംഗ്, ചൈൽഡ്ഹുഡ് ഹീലിംഗ്, ഫാദർ വൂണ്ട് ഹീലിംഗ്, മദർ വൂണ്ട് ഹീലിംഗ് ആൻഡ് നിങ്ങളുടെ ഫെമിനൻ കോർ വൂണ്ട് ഹീലിംഗ്, മാസ്കുലിൻ കോർ വൂണ്ട് ഹീലിംഗ്, ആ ഹീലിംഗിനുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാം പേഴ്സണൽ സെഷൻസ് ആണ്, 1-on-1 സെഷൻസ് ആണ്, ഗ്രൂപ്പ് സെഷൻസ് ഒന്നുമില്ല. ആൻഡ് നിങ്ങൾക്ക് യോഗ ആണ് പഠിക്കേണ്ടത്, യു ക്യാൻ കോൺടാക്ട് മീ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഹോപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു ക്ലാരിറ്റി കാണുമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ ഈ യൂണിയനെ ചൂസ് ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മഹാദേവ്, താങ്ക് യു ഗണേശ. ഈ ഒരു സെഷനെ നമുക്ക് ഈ ഒരു ക്വാർട്ടറിനെ ഇപ്പം നമുക്ക് ഒരു സൗണ്ട് ഹീലിംഗിലൂടെ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. Thank you so much for joining and thank you so much for watching. Please do share, like and subscribe. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഡൗട്ട് പിൻ ചെയ്യാവുന്നത്. എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. Thank you so much. See you in the next video. Till then, take care and bye.